വിഷൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സാപ്പിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ വാട്സാപ്പ് പുതിയതായിട്ട് ഇറക്കിയ ഒരു അപ്ഡേറ്റ് ആണ് വാട്സാപ്പിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്ത ഏതൊരാൾക്കും വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുകളിൽ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: ചാറ്റ്, അപ്ഡേറ്റ്, കോൾസ്. ഞാനിവിടെ മലയാളം ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മലയാളത്തിൽ കാണുന്നത്. അതിലെ രണ്ടാമത്തെ ഓപ്ഷനായ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും: സ്റ്റാറ്റസും ചാനലും. ഇതിൽ ചാനലിൻ്റെ ഭാഗത്ത് വരുവാണെങ്കിൽ ഞാനിവിടെ ജോയിൻ ചെയ്ത ചാനൽസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചാനലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ബട്ടൺ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും: ചാനൽ സൃഷ്ടിക്കുക, ചാനൽ കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ചാനൽ, രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഫൈൻഡ് ചാനൽ. ഈ ഫൈൻഡ് ചാനലിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാനൽ കണ്ടെത്താനാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ചാനലിൽ ജോയിൻ ചെയ്യണം. ഞാനിപ്പോൾ 24ൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അതിലുള്ള ന്യൂസുകളൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ചേരാനായിട്ടൊരു ഓപ്ഷനുണ്ട്, ഫോളോ ചെയ്യാൻ. അപ്പോൾ സൈഡിൽ വശത്തായിട്ട് ഫോളോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കും. എനിക്കിവിടെ പിന്തുടരൂ എന്നാണ് കാണിക്കുന്നത്, കാരണം ഞാൻ മലയാളം ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറുകെ വരയിട്ടൊരു ബെല്ലൈക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ നോർമലാവും. 24 ന്യൂസ് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണ് ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതിനായി തിരികെ വരിക. ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സൃഷ്ടിക്കുക എന്ന് പറയും. ന്യൂ ചാനൽ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാം. ഈ പോപ്പപ്പ് സ്ക്രീനിൽ പറയുന്നത് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ, ഫോൺ നമ്പർ, പേര് എന്നിവ ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം താഴെ തുടരുക എന്ന് കാണും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവർക്ക് കണ്ടിന്യൂ എന്നാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് കാണുന്നിടത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതായി കാണുന്ന സ്ഥലത്ത് നമ്മുടെ ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മൊബൈൽ സ്ക്രീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായി ചാനൽ സൃഷ്ടിക്കുക എന്ന് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവർക്ക് ക്രിയേറ്റ് എന്നായിരിക്കും. അപ്പോൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ഡിലേ ആണ്. ഈ ഡിലേ മാറാനായി ജസ്റ്റ് റീസെൻറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിനി മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാനിനി ഇവിടെ ഒരു ഹായ് പോസ്റ്റ് ചെയ്യുകയാണ്. ഈ പോസ്റ്റ് പബ്ലിക്കിലുള്ള ആൾക്കാർക്ക് ഇനിയും കാണാൻ സാധിക്കും. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ആളുകൾക്കും ഷെയർ ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ചാനൽ ലിങ്ക് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അതിനായി നിങ്ങളുടെ പേരിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ചാനൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് കാണിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവർക്ക് അത് ഇംഗ്ലീഷിലായിരിക്കും കാണുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. നമ്മുടെ ചാനൽ ഇല്ലാതാക്കണമോ എന്ന് ചോദിച്ചു ഇല്ലാതാക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇവിടെ പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ചാനൽ ഡിലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ലോഗിൻ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം എന്നാണ്.
ഞാനിവിടെ എൻ്റെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ഇല്ലാതാക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം വാട്സാപ്പിൽ ലോഗിൻ ചെയ്ത നമ്പർ വെച്ച് മാത്രമേ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ആക്കുന്നത്. എങ്ങനെയാണ് വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ എങ്ങനെയാണ് വാട്സാപ്പ് ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചില സാങ്കേതിക തകരാറ് മൂലമാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. ഇതുപോലെയുള്ള ടെക്നോളജി വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.